ഉപയോഗിക്കാൻ താല്പര്യമേ ഇല്ല. എന്നെ ഇനി നിർബന്ധിക്കുകയും ചെയ്യരുത്. ഫോണാണ് നമ്മുടെ വിഷയം. നീ ഫോൺ ഉപയോഗിക്കാതി, അതെന്നെ കൊണ്ട് പറ്റത്തില്ല. അവർക്ക് മെയിൻ ഫോണാണ്. 24 മണിക്കൂറും ഇവിടെ ഇപ്പൊ വിഷയം ആടാ. അപ്പോഴത്തേനും അവർക്കൊരു വെപ്രാളോ എന്തുകൊണ്ടാ കിട്ടാത്തെന്നുള്ളത്. പക്ഷെ വേറെ ഒരു രീതിയിൽ സംസാരിക്കാനോ അല്ല വേറെ ഒന്ന് എന്തോ തിരക്കത്തേ ഉള്ളൂ. പക്ഷെ പുള്ളിക്ക് വീട്ടിൽ നിന്ന് ആരും വിളിക്കുന്ന ഇഷ്ടമല്ല. കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ പറയട്ടെ, ഒരു പെണ്ണ് എത്ര പ്രാവശ്യം തള്ള വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ക്യാമറ ഓഫ് ചെയ്യാമെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. വേണ്ട, ഒന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ അടുത്തോട്ടെല്ലാം അടിവേറിന് വേദനയുണ്ടോ? അല്ല സന്തോഷം, അതിപ്പോ നമ്മൾ ഒരാളിന്റെ ശാരീരികമായ ഒരു അസ്വാസ്ഥ്യം അവള് പറഞ്ഞു പറഞ്ഞാൽ പലയിടത്തും പറഞ്ഞു. എന്റെ അടുത്ത് മാത്രമല്ല, പല ആൾക്കാരത്തും എന്റെ കൂട്ടുകാരത്തായാലും അവരുടെ കൂട്ടുകാരത്തും പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് മാത്രം അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് എന്തോ എന്റെ അടുത്ത് അകൽച്ചയുണ്ട്, എന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. തുറന്നു പറഞ്ഞുകൂടെങ്കിലും ഞാൻ പറഞ്ഞു, എന്റെ ഗതികേട് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. എന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് എന്നെ മാനസികമായിട്ട് അവർക്ക് അകൽച്ചയുണ്ട്. നിന്നെ എനിക്ക് വേണ്ട വേണ്ട വേണ്ട. പോലീസ് സ്റ്റേഷനിൽ 10,000 പ്രാവശ്യം വന്നിട്ടുണ്ട്, സാറേ എനിക്ക് ഇവനെ വേണ്ട വേണ്ട വേണ്ട. അപ്പോഴവർ പറയുന്ന പറയുമ്പോൾ ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ കോടതി പോ. ഞാനെന്തോ പട്ടിയല്ലോ അവള് വേണ്ട 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 എന്ന് പറയുമ്പോൾ അവിടെ പുറകെ നടക്കാൻ. അല്ല, അതിപ്പം നിങ്ങൾ രണ്ടുപേരും ജീവിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടവും സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു കുഞ്ഞുള്ള സ്ഥിതിക്ക് പിന്നെ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്നൊക്കെ പിന്നെ കോടതി തീരുമാനിക്കും. പക്ഷേ ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്ന് പറയുന്ന സന്തോഷ്, പഴയ തെറ്റുകളും കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള വഴക്കും വക്കാടും ഒക്കെ മാറ്റിയിട്ട് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം പറഞ്ഞാൽ ഇവക്ക് എപ്പോഴും ഇവരുടെ അമ്മയും വീട്ടുകാരുമാണ് വലുത്. ഇന്ന് വരെ എന്നെ ഈ സെക്കൻഡ് വരെ ജിത്തു തന്നെ സ്നേഹിച്ചിട്ടില്ല. ഒരു ഭർത്താവ് എന്നെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇനി ഈ ബന്ധം തുറന്നു പോകാം. ഞാൻ ഒന്ന് ജീവിച്ചോട്ടെ. ഇനി കുറച്ച് നാളെങ്കിലും എനിക്ക് മനസ്സിന് സ്വസ്ഥതയോടെ ഒന്ന് ജീവിക്കണം. പോലീസ് സ്റ്റേഷനിൽ കയറാൻ മാഡം, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ. എനിക്ക് അല്ല, പോലീസ് സ്റ്റേഷൻ ഒഴിവാക്കിയിട്ടാണ് അവരിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. പൂർത്തിയായി എല്ലാം പൂർത്തിയായി. ആ സ്ത്രീയെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ അവർ കാണാനിടയായി. മോശപ്പെട്ട അവസ്ഥ എനിക്ക് അറിയത്തില്ല. അല്ല, ഒരു സ്ത്രീയുമായിട്ട് ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ അത് മോശം തന്നെയല്ലേ? ഇനി കുഞ്ഞുമായിട്ട് അവർ കയറി വന്നപ്പോൾ നിങ്ങൾ തൊട്ട് ഉരുമ്മിയിരിക്കുകയും ആ സ്ത്രീയുടെ തല തടവി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ മാഡം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അടുത്ത് നമ്മളെപ്പോഴും കസേരയിട്ട് അത് ഇവിടുള്ളപ്പോഴായാലും ഞങ്ങൾ നമ്മുടെ ഭാഗത്ത് ഇതുവരെ അങ്ങനെ തെറ്റുകളൊന്നും തോന്നിയിട്ടില്ല. എപ്പോഴും ഫ്രണ്ടിൽ കസേരയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവളുള്ളപ്പോഴും ഞാനോടൊപ്പം ഇല്ലാത്തപ്പോഴും നമ്മൾ പോകും. ഇന്ന് വരെ അങ്ങനെ ഞാനിപ്പം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിന് കുറച്ച് മുമ്പ് ഇവരവിടെ വിളിച്ചിട്ട് നിങ്ങളുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കുറച്ച് മുമ്പ് ഒന്ന് ആടിനെ അഴിച്ചു വെട്ടിയിട്ട് പോയി എന്ന് പറഞ്ഞു. പോയി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവരവിടെ ചെല്ലുന്നത്. കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോൾ നിങ്ങളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് അറിയാമല്ലോ, ഒരു ഭാര്യ എന്നല്ല ഏതൊരു മനുഷ്യനും ഒരാളിൻ്റെ ഇരിപ്പ് കാണുമ്പം രണ്ടുപേരുടെ അതിനകത്തുള്ള അപാകത മനസ്സിലാവും. ഞാൻ പറയാം, ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് എന്നെ ഡെയിലി രാവിലെ ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട്. ചായ അത് എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ഞാൻ വീട്ടിൽ പോയിരിക്കും, കുടിക്കുകയും ചെയ്യും ചായ. എനിക്ക് സ്നേഹം അതല്ല, എനിക്ക് സ്നേഹം എന്നെ ഒരിക്കലും പോലും എന്റെ ഭാര്യ സ്നേഹിച്ചിട്ടില്ല. നിയമപരമായി ഇവരുടെ ബന്ധം ഉപേക്ഷിച്ചിട്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പോയിട്ടില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പോയിട്ടില്ല. വീട്ടിൽ ചായ കിട്ടിയില്ലെങ്കിൽ പുറത്തു പോകും. അപ്പൊ നിങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പൊ അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പോയി കിട്ടിയില്ലെങ്കിൽ പോകും. ഇത്ര നാള് കിട്ടാതിരുന്നല്ലേ, അപ്പൊ പോകുന്നുണ്ടായിരുന്നില്ല? ഇല്ല, പോയില്ല. അല്ല, നിങ്ങൾ ഇപ്പോൾ ഇവരോട് തന്നെ ആ സ്ത്രീ ഇപ്പം ഓട്ടോയിലൊക്കെ ഓട്ടോ കത്തിക്കുകയും നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെയുള്ള ഞങ്ങൾ ആ കൊച്ചിന് ജീവൻ തകർന്നത് ഞങ്ങൾ രണ്ട് തുല്യ പങ്കാളിയാണ്. അതെ സന്തോഷ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ സ്ത്രീയെ നമ്മളിവിടെ വിളിക്കാനുള്ള കാരണം. ഇപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ആർക്കും പ്രേമമോ കാര്യങ്ങളോ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അയൽവക്കക്കാരോടോ ആ ഒരു പ്രായത്തിൽ തോന്നുന്ന അടുപ്പവും കാര്യങ്ങളും പോലും കല്യാണം കഴിഞ്ഞാൽ അന്ന് ആ നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുക. അതിനെക്കുറിച്ച് നീ അന്ന് അങ്ങനെ ആയിരുന്നു, ഇന്ന് ഇതൊന്നും ചോദിക്കാൻ ആർക്കും അവകാശമില്ല. എന്നിട്ട് പോലും നിങ്ങൾ നാട്ടിൽ കേട്ട ഒരു ആരോപണം നിങ്ങൾ അവരോട് ചോദിച്ചു, അത് ക്ലിയർ ചെയ്തു അല്ലേ? നിങ്ങളിവിടെ വന്നിട്ട് ആദ്യം പറഞ്ഞ കഥ ആ കഥയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു, അവൻ ഇങ്ങനെ വന്നു, അവനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, അവന് താല്പര്യം ഉണ്ടായിരുന്നു, ഈ കുട്ടിക്ക് താല്പര്യം ഇല്ലായിരുന്നു. നമുക്കൊരാളുടെ മനസ്സ് ചുഴിഞ്ഞു നോക്കാൻ പറ്റത്തില്ലല്ലോ, ഉണ്ടോ ഇല്ലയോ. നിങ്ങളെ ആലോചിച്ച് കല്യാണം കഴിച്ചു, നിങ്ങളുടെ ഭാര്യയായിട്ട് അവർ ജീവിക്കുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും സഹജമായ ഒരു വാസനയാണത്. അതെന്താ അത് എന്ന് ചോദിച്ചറിയാനുള്ള ഒരാഗ്രഹം. ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിനോട് ആ സ്ത്രീയോട് വിശ്വാസവും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ആ വീട്ടിൽ പോവുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുകയും തിരിച്ച് അവരിങ്ങോട്ട് സഹായിക്കുന്നു, അങ്ങനെ നിന്ന് പോയത്. പക്ഷേ ആ സഹായവും ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ വന്ന് എല്ലാ സഹായങ്ങളും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നന്നായിട്ട് ജീവിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മുമ്പിൽ പെരുമാറുന്നത് പോലെ നിങ്ങൾ ഇല്ലാത്തപ്പോഴും സ്വാതന്ത്ര്യമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നാലോ തെറ്റാണെന്ന് നിങ്ങൾ പറയുകയോ ഇല്ലയോ?
ഭർത്താവില്ലാത്തൊരു സ്ത്രീ ആ വീട്ടിൽ താമസിക്കുന്നു. ആ വീട്ടിൽ നിങ്ങൾ ഏത് നേരമൊന്നുമില്ല എന്തോന്നില്ല ഒരു ആട്ടിൻ്റെ പേരും പറഞ്ഞ് എപ്പോഴും പോവുക, കളിയും ചിരിയും തമാശയായിട്ട് നിന്നാൽ ഏതൊരു വ്യക്തിയും ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളും പറയും എന്തുവാടാ ഇത് മോശമല്ലയോ, ഇത് ശരിയാണോ ഇത്? അവരുടെ ഭർത്താവും കുടുംബമായിട്ട് താമസിക്കുന്നിടത്ത് താമസിരുന്നാൽ കുഴപ്പമില്ല. തൊട്ടടുത്തിൻ്റെ വീട്ടിലെ തിണ്ണയാണെങ്കിൽ പോലും ഒരു സമയവും പരിധിയൊക്കെ ഇല്ലേ? ഏത് നേരത്തും പോയി അങ്ങനെ ഇരിക്കുമോ? ആരായാലും പറയും. അത് നമ്മുടെ വീട്ടിൽ ചായ കിട്ടാത്തതുകൊണ്ട് അയൽവക്കത്ത് പോയി എപ്പോഴും ചായ കുടിക്കുക, കിട്ടുന്നിടത്തൊക്കെ പോയി കഴിക്കും. അതാണ്. അപ്പൊ അത് നമ്മൾ സമ്മതിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കമ്മിറ്റ് ചെയ്യുക. അത് നമ്മൾ സമ്മതിക്കുന്നതിലും ഉണ്ടല്ലോ ഒരു നമ്മുടെ ഒരു ധൈര്യവും കാര്യങ്ങളും. ഇതാണ് സത്യം. ആ സ്ത്രീ സംസാരിച്ചതും നമുക്കത് ബോധ്യമായി. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ആ സ്ത്രീയെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. കാരണം ഞങ്ങളിവിടെ സംസാരിച്ചവരോട് നിങ്ങളുടെ ആ പരിസരത്തുള്ള ഇപ്പം ഇങ്ങനൊരു കേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഉള്ളവർ അവിടെ പോയി എല്ലാ വിശദ വിവരങ്ങളും അന്വേഷിച്ച് ദിവസങ്ങളോളം അതിനെക്കുറിച്ച് പലരോടും സംസാരിച്ചതിന് ശേഷമേ ഒരു കേസ് ഏറ്റെടുക്കുകയും, കാരണം അബദ്ധങ്ങൾ നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഒരു സ്ത്രീയുടെയും ജീവിതം നമ്മൾ കാരണം നശിക്കാൻ പാടില്ല, ഒരു പുരുഷൻ്റെയും ജീവിതം നശിക്കാൻ പാടില്ല. ആ സ്ത്രീ ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്നൊരു സ്ത്രീയാണ്. ഇതിൻ്റെ പേരിൽ നാളെ ഇനി ആ ബന്ധം കൂടുതൽ കുഴപ്പമാവാൻ പാടില്ല. ആവത്തേ ഉള്ളൂ. അതിൻ്റെ ഉത്തരവാദി ഋതുവിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, അവൾ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ആയി എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ അതിന് കവിഞ്ഞ് ആ വീട്ടിലെ പെരുമാറ്റം ഇതിൻ്റെ കാരണമായി. അത് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, ഇതിൻ്റെ പേരിൽ സംശയവും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു എന്ന് തോന്നിയ നിമിഷം മുതൽ നിങ്ങൾ വളരെ ജാഗ്രതയായിട്ടോ ആ സ്ത്രീയുടെ ജീവിതം, ആ സ്ത്രീ എന്നല്ല നിങ്ങൾ പറഞ്ഞ കൊച്ച്, ആ കൊച്ചിൻ്റെ ജീവിതം അത് പ്രശ്നമാവാൻ പാടില്ല. അവർ നന്നായിട്ട് ജീവിക്കട്ടെ, നമ്മൾ അവിടെ നിന്ന് ഒതുങ്ങി നിൽക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ കുഴപ്പമാവത്തില്ലായിരുന്നു. കാരണം അവർ വേറെ ഒരു പരാതിയും പറയുന്നില്ല. മറ്റേതൊക്കെ ഒരു ഭാര്യയും ഭർത്താവുള്ള പണക്കങ്ങളും കാര്യങ്ങളും അതൊന്നും അവരുടെ പരാതിയല്ല. അവരുടെ പരാതി ഇതാ പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ വിചാരിച്ചാൽ ആ ദിവസം ഒഴിവാക്കാൻ പറ്റുന്നൊരു സംഗതി ഒരു സതി എന്ന് പറഞ്ഞവരിവിടെ പറഞ്ഞത് സന്തോഷിക്കുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഈ പരാതിയെക്കുറിച്ചോ ഇവർ തങ്ങൾ ഈ പ്രശ്നം ഉണ്ടാകുന്നതിനെ പറയാതെ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതെന്തിനാ നിങ്ങൾ പിന്നെയും പോയി ഇങ്ങനെ ഭാര്യയ്ക്കൊരു സംശയം എന്തിന് അവിടെ പോയി എന്തിനു പറയുന്നു? നിങ്ങളോട് പറഞ്ഞു അവർക്ക് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവള് സംശയമാണ്, കുഴപ്പമാണ്, വേണ്ട നമ്മളത് വെച്ച് കിട്ടിയില്ലെങ്കിൽ പാവം അവർക്കൂടെ അത് പ്രശ്നമാവും. അവർ നേരത്തെ അവരുടെ ജീവിതം കുഴപ്പത്തിൽ നിൽക്കുന്ന സ്ത്രീയാണ്. നമ്മൾ കാരണം അത് വെക്കാൻ പാടില്ല. ഇനി പോയി പോകണ്ട, അതിൽ കുറഞ്ഞ ലാഭം മതി എന്ന് ചിന്തിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു മാഡം, രണ്ടുപേരുടെ അടുത്തും പറഞ്ഞു. ഇപ്പൊ അച്ചാച്ചന്റെ അടുത്ത് അവിടെ പോവരുത്. അപ്പൊ ഈ 24 മണിക്കൂർ വെച്ചാൽ അവള് ഒരു 100-110 രൂപയുടെ കാർഡ്, 20 രൂപയുടെ കാർഡിൽ കൂടുതൽ അച്ചാച്ചൻ ഫോണിൽ വാങ്ങിച്ചിടാറില്ല. ഇത്രയും ഭാര്യയാണെങ്കിലും എനിക്ക് ഒരു ഫോൺ ആവട്ടെ അല്ലെങ്കിൽ 20 രൂപയുടെ കാർഡ് ആവട്ടെ ഒന്നും വാങ്ങിച്ചു തരത്തില്ല. എന്തിനു പറഞ്ഞാൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. പൈസ അഥവാ പണയം വെച്ച് വല്ലതും കൊടുക്കാൻ പറഞ്ഞാൽ അതിന് 100 മനസ്സോടെ അന്നേരം എവിടെ നിന്ന് സ്നേഹം വരുന്നു, അല്ല ആ സംസാര രീതി മാറുന്നു അറിയത്തില്ല. അതുപോലെ വന്ന് ചോദിക്കണം. ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ചെയ്ത് കൊടുത്തു. ഇപ്പം ആഴ്ചയിൽ അവൾ കൊടുക്കുന്ന പോലെ 110 രൂപയുടെ കാർഡ് മേടിച്ചിട്ട് എനിക്ക് കൊടുക്കാനുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയാൽ അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേർ പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ ഫോൺ ചെയ്യൽ കാരണം അവരെ പഠിപ്പിക്കാൻ പോലും സമയമില്ലെന്നാണ് പറയുന്നത്. ഇപ്പം എൻ്റെ കൂടെ താമസിച്ചിട്ട് അവളുടെ അടുത്ത് എന്ന് പറയാം ഞാനും എൻ്റെ ഭാര്യയായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലെന്ന്. അത് അന്യ ഒരു സ്ത്രീയോട് പറയേണ്ട കാര്യമുണ്ടോ മാഡം? അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ സാരമില്ല. അപ്പോൾ അവൾ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് അറിഞ്ഞതേ ഇല്ലയെന്ന് പറഞ്ഞു. പോലീസുകാർ പറഞ്ഞ് ഇനി അവരുടെ വീട്ടിൽ പോകരുത്, യാതൊരു തരത്തിലെ ബന്ധവും സന്തോഷം നീ അവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് അച്ചാച്ചൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ പുനലൂർ വരെ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോകണമെന്ന് പോയി. ആ സമയത്ത് എന്നെ സതി വിളിച്ചിട്ട് പറഞ്ഞേ പിന്നെ ഇന്ന് സന്തോഷം ആടിനെ കെട്ടാൻ വരത്തില്ലെന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്ത്, അതുകൊണ്ട് എന്തോ നിന്റെ തീരുമാനം? ഞാൻ പറഞ്ഞ ആടിനെ അഴിക്കണം. അത് ആടിനെ അഴിക്കണമെങ്കിൽ 7000 രൂപ സന്തോഷം എനിക്ക് തരാനുണ്ട്, അത് തന്നിട്ട് നീ ആടിനെ അഴിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷിന് 7000 രൂപ കൊടുത്തത് എന്നോട് ചോദിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അതല്ല, അത് ഞായറാഴ്ച 10 മണി വരെ ഞാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് എന്തോ തീരുമാനം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 7000 തരാനില്ല. പക്ഷെ അതെങ്ങനെ അയച്ചാൽ 7000 തരാനുള്ള? ഈ ശനിയാഴ്ച ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് 500 രൂപ കറണ്ട് ബില്ലിന് സന്തോഷം വാങ്ങിച്ചിട്ടുണ്ട്, ആ പൈസയല്ലേ ഉള്ളൂ, പിന്നെ ഒന്നും തരാനില്ലെന്നല്ലേ പറഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോൾ 7000 രൂപ എനിക്ക് സന്തോഷം തരാനുണ്ടെന്ന് പറഞ്ഞു. അത് ഇനി മേലെ സന്തോഷം ഈ വീട്ടിൽ വരത്തുമില്ലെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അന്ന് രാത്രിയിൽ 9 മണിക്ക് ഈ സ്കൂട്ടി എടുത്തോണ്ട് പോലീസുകാർ വിലവില്ല ആ ദിവസം അവളുടെ സ്കൂട്ടി എടുത്തോണ്ടാണ് രാത്രിയിൽ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആടിനെ അഴിച്ചോണ്ട് വന്നോ? അന്ന് കൊണ്ടുവന്നില്ല. അപ്പോഴും 7000 രൂപ കൊടുക്കാതെ അവൾ ആടിനെ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ആടിനെ കെട്ടാനെന്ന് പറഞ്ഞ് പിന്നെയും പോയി. പക്ഷെ വണ്ടി എടുത്തോണ്ട് വന്നാൽ കുഴപ്പമില്ല. 7000-നേക്കാൾ കുറവാണോ ആ വണ്ടി? 7000-നേക്കാൾ കുറവാണോ ആ വണ്ടി? അതറിയത്തില്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പോഴും വണ്ടി എടുത്തപ്പോൾ ഇത്രയും ആയിട്ടും പഠിച്ചില്ല. ഇന്നും ആ വണ്ടി എടുത്ത് അവളുടെ വീട്ടിൽ പോയിട്ടാണോ വന്നെങ്കിൽ തന്നെ ഞാൻ ചോദിച്ചു, അത് നിനക്കൊന്ന് കണ്ണടച്ചൂടെ എന്നോട് ചോദിച്ചു. വീട്ടിൽ എന്നോട് കയറി ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇപ്പോഴും അവിടെ പോവരുതെന്നല്ലേ പറഞ്ഞത്? അവളും വിളിച്ച് പറഞ്ഞല്ലോ സന്തോഷം ഇനി ആടിനെ കെട്ടാൻ വരത്തില്ലെന്ന്. ഇപ്പം പിന്നെ വണ്ടി എടുത്തോണ്ട് വന്ന എന്തിനാ എന്ന് ചോദിച്ചു. നിന്റെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അവരുടെ വീട്ടിൽ പോയി. തൊട്ട് മേലുള്ള കുടുംബത്തിൽ എന്നിട്ട് അവൾക്ക് ഫോൺ ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് അവിടെ അഹങ്കാരം കുറയുന്നില്ല, വണ്ടി എന്തിനാ എടുത്തോണ്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിക്കുന്നു പോലീസുകാർ വന്നാൽ വണ്ടി കൊണ്ടുപോകുമെന്ന്.
ഈ ഫോൺ തൊട്ടടുത്താ കേൾക്കാം, ജനലിന്റെ സൈഡിൽ നിന്ന് കാര്യം പറയുന്നപ്പോൾ കേൾക്കാം. അത് നീ പേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ പറഞ്ഞാൽ മതി, നീ എനിക്ക് വണ്ടി ഇഞ്ഞ് തന്നെന്ന്. പറ്റിയിട്ട് അടച്ച വസ്തു ഉള്ള അടുത്ത് എൻ്റെ വസ്തുവിനകത്ത് വണ്ടി ഇരിക്കുന്ന അവരൊന്നും വന്ന് ചെയ്യത്തില്ലെന്നും പറഞ്ഞ് ഒരു ഫോണിൽ ഭയങ്കര സംസാരം. അപ്പം നമ്മുടെ വീട്ടിൽ കിടക്കുന്നില്ല, കുടുംബത്തള്ളയടുത്താണ് കിടക്കുന്നതും എടുക്കുന്നതും എല്ലാം. അപ്പൊ അവരുടെ മറുപടി ഇങ്ങനെ ആയിരിക്കുമെന്ന് ജിത്തു ഊഹിക്കുകയാണ്. അല്ല, അപ്പോഴും പറയുന്നത് കേൾക്കാം, ഉറച്ചാണ് സംസാരിക്കുന്നത്. അവര് പറയുന്നത് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാം. അപ്പൊ അന്നേരം അച്ഛൻ പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം. നമുക്ക് മനസ്സിലാവും. നീ ആ ഒരു കാര്യത്തിൽ നീ പേടിക്കണം, നീ വണ്ടി എനിക്ക് തന്നെന്ന് പറഞ്ഞാൽ മതി. ആ പറഞ്ഞു കഴിയുമ്പോഴത്തേന് വേറെ വിഷയമൊന്നും വരത്തില്ലല്ലോ എന്ന് പറയുന്നു. എന്നിട്ടാണ് ഇവ പറഞ്ഞത് അറിഞ്ഞതേ ഇല്ലെന്ന്. അപ്പം ഞാൻ 2 പ്രാവശ്യം ചേച്ചി ഇതുപോലെ അച്ചാച്ചൻ്റെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്, ചേച്ചി ഒരു കാര്യം ചേച്ചി അത് പറഞ്ഞ് വിലക്കണം. പിന്നെ എപ്പോഴും വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് സതി എൻ്റെ ഭാര്യയാണ്, അതെൻ്റെ മക്കളാണ്, ഞാൻ അവരെ നോക്കുമെന്നാണ് പറഞ്ഞു. ചേച്ചി അത് പറഞ്ഞൊന്ന് വില ചെയ്യണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോളൂ, നീ സമാധാനപ്പെടും. അപ്പോൾ അച്ചാച്ചൻ കൂടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയാം, പെണ്ണുമ്പിള്ളയാണെന്നല്ല പറയുന്നത്, എന്താ ചേച്ചിക്കൊന്നും പറയാനില്ലയോ എന്ന് ചോദിച്ചു. അപ്പോഴേ ചിരിച്ചങ്ങ് കളയും. അപ്പം ഞാൻ ചേച്ചിയോട് ചേച്ചി ഒന്ന് പറയേച്ചി, അത് നിന്റെ കൂടെ നിൽക്കുമ്പോൾ പറയുമ്പോൾ അവൻ അതൊരു നാണക്കേട് പോലെ തോന്നത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഭർത്താവിനെ ഇത്രയും മോശപ്പെട്ട ഒരു ഇതിൽ കണ്ടിട്ടും പിന്നെ ആ സ്ത്രീയോട് എങ്ങനെ സഹകരിക്കാൻ തോന്നുന്നു? അത് ശരിയാവുന്നില്ല. ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ ഭാര്യയെന്ന് അവരോട് പറയോ, ഇങ്ങനെ പറയല്ലേന്ന് പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞു, അത്ര മറ്റുള്ളവരാ നാണക്കേടല്ലേ, അത്ര സഹകരിച്ചിട്ട് അത്ര ഇതാണല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു. അപ്പോഴും പുള്ളി വന്നിട്ട് എന്നോടൊന്നല്ല അടുത്തുള്ള വീട്ടിലെ ആൾക്കാർ ചേർക്കാം എന്തുവർക്കാം എന്നും ഈ പ്രശ്നങ്ങൾ. അത് ഇനി ഇവളെ എനിക്ക് വേണ്ട, ഇനി എത്ര ആയാലും ഞാൻ അവളെ നോക്കി അവൾക്ക് ചെലവിനും കൊടുത്ത് നിൽക്കുന്നു. ഇനി ആരിനി എന്ത് ചെയ്താലും അവളെയും കൂടെ നോക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. അവളെയും കൂടെ നിർത്താൻ ഇവള് സമ്മതിച്ചാൽ ഞാൻ ഇവളെ നോക്കും എന്നാണ് പുള്ളി പറയുന്നത്. ഈ സംഭവത്തിന് ശേഷം കുഞ്ഞ് ഒരാഴ്ച പനിയായിട്ട് ആശുപത്രിയിൽ കിടന്നു. ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി, അവിടെ 2-3 ഭാരത ആശുപത്രി കൊണ്ടിട്ടൊന്നും കുറവില്ല, കഫക്കെട്ടായിരുന്നു. പുനലൂർ കാരുണ്യ ആശുപത്രിയിൽ കൊണ്ട് കിടത്തി, പനിയായിട്ട് കൂടുതലായിരുന്നു. അപ്പോഴും ഓട്ടോ എടുത്ത് കുളത്തൂപ്പുഴ വരെ വരാൻ വേണ്ടി എൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ ഡീസൽ ഇല്ലെന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോഴേ തുണ്ടെഴുതുന്ന സമയം കഴിഞ്ഞു. പക്ഷേ കൊച്ചിൻ്റെ ചൂട് കാരണം ഡോക്ടറിനെ വിളിച്ച് പെട്ടെന്ന് നോക്കിയപ്പോൾ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു. അച്ഛനെ വിളിച്ചപ്പം ഫോൺ എടുക്കുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സതി ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചി ഇതുപോലെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് അച്ചാച്ചൻ വരുമ്പോൾ ഒന്ന് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ ആടിനെ കെട്ടാൻ വെള്ളം കൊടുക്കാൻ വരുന്ന സമയമായില്ല, പറയണേ. ഞാൻ പറയാടിയെന്ന് പറഞ്ഞു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്നെ സതി ചേച്ചിയുടെ ഫോണിൽ അച്ചാച്ചൻ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞേ, അത് വണ്ടി ഓടിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു ഇപ്പോഴോ, അത് ഇവിടെ വന്നപ്പോൾ ആ കൊച്ചു പറഞ്ഞു കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിലാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ആശുപത്രിയിൽ അപ്പോഴ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുപോലെ അഡ്മിറ്റ് ചെയ്ത് എന്തോ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിന് സുഖമില്ലെന്ന് പറഞ്ഞാൽ 1000 രൂപ രാവിലെ സതിയാണ് കയ്യിൽ കൊണ്ടുവന്ന് തന്നത്, ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോഴും അച്ചാച്ചൻ്റെ കുറച്ച് അച്ഛൻ പറഞ്ഞു എൻ്റെ വേണ്ട, അവരുടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അതും കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേന് വന്ന് കൊച്ചിനെ നോക്കിയിട്ട് കയ്യിൽ പൈസ ഉണ്ട്. ഞാൻ ഇപ്പോൾ 600 രൂപയുടെ മരുന്നെടുത്ത് ബാക്കി 350 രൂപ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. കൊച്ചിനെ വന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഇച്ചിരി കഞ്ഞിയും അച്ചാറും എല്ലാം കൂടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ പോകും, ആടിനെ അഴിക്കാൻ സമയമായെന്നും പറഞ്ഞ് 4 മണിക്ക് 5 മണിക്ക് വന്ന ആൾ ഒരു അരമണിക്കൂർ തികച്ച് അവിടെ ഇരുന്നില്ല. അപ്പോഴേ അവിടുന്ന് പോവുകയും ചെയ്തു. പിന്നെ 2 ദിവസത്തേന് വിളിച്ചതുമില്ല, അങ്ങോട്ട് വന്നതേ ഇല്ല. മറ്റേ സുഖമില്ലാതെ കിടന്നെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എങ്ങും പോകത്തില്ല. അല്ലെങ്കിൽ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ വല്ലതും കൊണ്ടു തരണോ, ഒരു വക ചോദിച്ചതില്ല, അന്വേഷിച്ചത്. ഈ ദിവസങ്ങളിലെല്ലാം അവളുടെ വീട്ടിൽ രാവിലെ ചെല്ലുന്നുണ്ട്, ആടിനെ അഴിച്ചു കെട്ടുന്നു, എടുക്കുന്നുണ്ട്. എന്തായാലും സ്വന്തം കുഞ്ഞല്ലേ വേണം. അത് വിളിച്ചിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് കൊച്ചിന്, ആ കുറവുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ സതി എന്നെ വിളിക്കും രാവിലെ 8 മണിയാകുമ്പോഴത്തേനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടടി, അത് കുഞ്ഞിന് കുറവുണ്ട് ചേച്ചി, കഞ്ഞിയൊക്കെ കൊടുത്തോ. ഞാൻ കുഴപ്പമില്ല. പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ടാവും. ഫോൺ കട്ടാവുന്ന എന്താ, അപ്പോഴേ ആട്ടോയും കൊണ്ട് അച്ചാച്ചൻ അവിടെ ചെല്ലുമ്പോഴത്തേന് സതി എന്നെ വിളിക്കുന്നെന്ന് അച്ചാച്ചൻ അറിയരുത്. അതിനുവേണ്ടി അവളങ്ങ് കട്ട് ചെയ്യും. അതുപോലെ ഒരു ദിവസം വൈകുന്നേരത്തെ എന്നെ വിളിച്ചിട്ട് ഒരുപാട് സമയം 1/2 മണിക്കൂറോളം സംസാരിച്ച് എങ്ങനെയുണ്ട്, സുഖമാണോ, ഇതുപോലെ സന്തോഷ് വന്നായിരുന്നു, കൊച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുക. ഞാൻ പറഞ്ഞു 1 പ്രാവശ്യം വിളിച്ച്, പക്ഷേ കൊച്ച് സംസാരിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞ് ചേച്ചിന്ന് പറഞ്ഞു. അപ്പോഴും അച്ചാച്ചൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഈ സതിയോട് എന്തിനാ നിങ്ങളുടെ കുടുംബകാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്? ഞാനെല്ലാം എന്തുകൊണ്ടെങ്കിലും ഞാൻ പറ്റില്ല. പറഞ്ഞെടുത്ത് കേട്ട് അറിഞ്ഞോ അറിയാതെയോ ഈ ബന്ധം തുടരാനുള്ള ഒരു മുഖ്യ തന്നെയാണ് കുറ്റം പറഞ്ഞത്. ഇപ്പോഴും അതെ. ഞാൻ ചെയ്യട്ടെ, എനിക്കിത് പാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തുറന്നു പറയാ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സഹായം സതിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഞാൻ അതിന്റെ സംശയം ചോദിക്കുക. ഇല്ല, കാരണം ഇതൊരു പാവം, ഈ കാലഘട്ടത്തില് ഒരു സാമാന്യ ബോധമുള്ളവർക്കൊക്കെ ഇത് മനസ്സിലാവുന്നതാ. ഇതൊരു പാവത്തിന്റെ ആണോ, എനിക്കത് സംശയമുണ്ട് കേട്ടോ, സത്യം. ഇല്ല ഒരിക്കലും. പക്ഷെ ഞാൻ എന്താ അവരുടെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യണം, നിങ്ങൾ വിളിച്ച് അന്വേഷിക്കേണ്ട, കുഞ്ഞിന്റെ അച്ഛൻ വിളിക്കട്ടെ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ അവർക്കറിയാമോ? ഞാൻ തുറന്നു. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ സതി എന്നോട് പറഞ്ഞെടി ഞാൻ നിന്നെ വിളിക്കുന്നെന്ന് സന്തോഷം അറിയരുത്. എൻ്റെ അടുത്ത് പറഞ്ഞു സന്തോഷം അറിയാം. ഞാൻ ചായ എന്തായിച്ച് അല്ല, നിന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കുമ്പോൾ അവൻ അതൊരു കെറുവാവത്തില്ലേ, അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് വെച്ചാൽ ആരെ വിളിച്ചേ? ഞാൻ അതൊരാൾ വിളിച്ചു. നിന്നെ ഇനി ആര് വിളിച്ചാലും എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ എന്നെ വേറെ ആരുമല്ല സതി ചേച്ചിയെ വിളിച്ചതെന്ന് പറഞ്ഞു. സതിയോ? ഞാൻ ഇത്രയും നേരം ഞാൻ സതി ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേന്ന് പറഞ്ഞു.
അപ്പോഴും തന്നെ പുള്ളി സതിയെ വിളിച്ചു രാത്രി 9 മണിക്ക്. 2 സെക്കൻഡ് വിളിച്ചങ്ങനെ എനിക്ക് മനസ്സിലായി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ സതി എന്നെ വിളിച്ചിട്ട് നിന്നെ ഞാൻ വിളിച്ചാൽ നീ എന്തിനാ സന്തോഷിനോട് പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ വെച്ചാൽ കുഴപ്പം, അവ ഇപ്പം എന്നെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ചേച്ചി അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ആരാൻ തെളിയിക്കണം, എനിക്കത് അതുകൊണ്ട് ചേച്ചിയെ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് നിന്നെ ഞാൻ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ, നീ അവനോട് പറയണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ ചേച്ചി, ഇത് ഒട്ടും ഒരു ഞാൻ ചോദിക്കട്ടെ ഇതിനകത്തില് എല്ലാ സന്തോഷം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇത് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. മേഡം ഇത് ഇങ്ങനെ ആയിത്തീരുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവർ ഒറ്റ ഒരിക്കലും ഭാര്യ ഭർത്താവ് പറഞ്ഞാൽ പരസ്പര സ്നേഹം ബഹുമാനം വേണം. ഇല്ലാത്തത് കൊണ്ടാണ് കുടുംബം ഇങ്ങനെ ആയിപ്പോയത്. കല്യാണം കഴിച്ച് ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ മമ്മ എന്നും വൈകുന്നേരം സന്ധ്യക്ക് പ്രാർത്ഥനയ്ക്കും. ഇന്ന് വരെ ഇവള് ദൈവമേ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടില്ല. ഒന്ന് സന്ധ്യ പ്രാർത്ഥന എല്ലാ ജാതി പ്രാർത്ഥിക്കും. ഇന്നേ വരെ ഈ ഇവള് ഒന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടില്ല. അപ്പൊ അത് വെച്ച് ആലോചിച്ചോണം എന്തോ ഇതുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു എല്ലാം നേരായ വഴിയിലാണ്, ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവിന്റെ ഇങ്ങനത്തെ ഉള്ള സൈക്കിളിൽ എന്തെങ്കിലും ചെറുതായിട്ടൊരു സംശയം ഉണ്ടെങ്കിൽ പോലും ആ സ്ത്രീയായിട്ട് നമ്മൾ സഹകരിക്കില്ല. അങ്ങനെ സഹകരിക്കാണെങ്കിൽ ഞാൻ എത്രയോ മാസം 2 മാസത്തോളം വണ്ടിയിൽ മുറ്റത്ത് കിടന്നു തുടങ്ങി. ഇവിടെ കഥ അടച്ചിട്ട് വിട്ട് അകത്തിടന്നു തുടങ്ങി. 2 മാസത്തോളം ഞാൻ ഓട്ടോയിൽ വെളി കിടന്നു തുടങ്ങി. അപ്പൊ അന്ന് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ സാധാരണ ഏതൊരു ഭാര്യമാരാണെങ്കിലും പറയും, വിളിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, വിളിച്ച അകത്തോണ്ട് കിടന്നു വെച്ചാൽ വന്ന് അകത്തോണ്ട്. ഇവള് ഞാൻ എവിടെ പോയെന്നോ, ഞാൻ ഇനി വെളി കിടപ്പോണ്ടോന്നോ, രാത്രി പോയി ചത്തോന്നോ, രാത്രി ഇനി ഏതെങ്കിലും വീട്ടിൽ പോയെന്നോ പോലും ഇന്നേ നാഴി വരെ അവള് വന്ന് ഇറങ്ങി നോക്കിയിട്ടില്ല. എന്നെ വന്ന് വിളിച്ചിട്ട് പോലും കെറു വന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അത് അച്ചിട്ട് വരും. പിന്നെ ഓട്ടോയിലാണ് മിക്ക ദിവസം കിടക്കുന്നത്. ഈ കെറു ഉണ്ടാകുന്ന സമയത്ത് ഒരു ദിവസം 2 ദിവസം അതിൽ കൂടുതൽ എങ്ങും പോയി കിടക്കത്തില്ല, എങ്ങും വീട്ടിൽ നിന്ന് മാറത്തുമില്ല. ഈ 2 ദിവസം ഓട്ടോയിൽ പോയി നമ്മൾ വിളിച്ചാലും വരൂല. അപ്പോഴത്തേന് ഈ ഉള്ള തുണി 2 മാസം കിടന്നു അവരുടെ കുടുംബ വീട്ടില്. അന്ന് വരെ വീട്ടിൽ പോവാത്ത എടുക്കാത്ത അമ്മയുടെ യാതൊരു സഹകരണം ഇല്ലാത്ത ആള് ഓട്ടോയിൽ കിടന്നിട്ട് നേരെ അവിടെ പോയി. കാരണം എപ്പോഴും ഫോൺ വരും, വിളിക്കുന്നത് മൊത്തം അറിയാമോ. സ്വർണം പണയം വെച്ച് എന്റെ പൈസയും കൂടിയിട്ടാണ് വീട് വെച്ചത്. പകുതി പൈസ സ്വർണം വെച്ചിട്ടുണ്ട്. പിന്നെ കൊളുത്ത സ്റ്റേഷനിൽ കൊണ്ടുവന്ന് 20,000 രൂപ വന്ന് 5 കൊണ്ടുവന്ന് വണ്ടി വിറ്റ് 36,500 രൂപ, 53,500 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട് വെക്കാൻ. അതെന്തിനാ വെച്ചാൽ ഈ വീട് വെക്കാൻ സമയത്ത് ഉള്ള സ്വർണ്ണങ്ങൾ മൊത്തം ഞാൻ ബൈക്ക് വാങ്ങിക്കാൻ അതിനും എല്ലാം വെച്ച് അവസാനം പൈസ ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എടുത്ത് എൻ്റെ അടുത്ത് ഞാൻ 2 ചിട്ടിക്ക് ചേർന്നിട്ടുണ്ട്, നീ എവിടെന്നേലും ഇച്ചിരി പൈസ. മേഡം ഞാൻ ചോട്ടെ, ഇവിടെ ഒരു മാല, ഒരു 3.5 പവന്റെ മാല ഇവിടെ കഴുത്തേ കിടന്ന്. ഇവള് പറയുന്ന വീട് പണിക്ക് കടം വന്നപ്പോൾ ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ലാസ്റ്റ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പറയുന്നത് എൻ്റെ 3.5 പവന്റെ മാല എൻ്റെ ആങ്ങള പണയം വെക്കാൻ വേണ്ടി ആങ്ങളെ കല്യാണത്തിനെടുത്ത് ഊരി കൊടുത്ത് നമുക്കത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ്. ഒരു ഭർത്താവ് കൂടെ ജീവിക്കുന്ന ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറ്റ ഒരുത്തിയ കാരണം. എൻ്റെ അടുത്ത് ചോദിക്കണം, അച്ഛൻ ആങ്ങളെ കല്യാണത്തിന് പൈസ ഇല്ല, നമുക്ക് ആ മാല ഞാൻ അങ്ങോട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇന്നേ വരെ അവൾ പറഞ്ഞിട്ടില്ല ആ മാല കൊടുത്തിട്ട് സംഭവം. ലാസ്റ്റ് കേസ് കൊടുക്കാൻ സമയമായപ്പോൾ മാല കിട്ടുന്നതെന്ന് മനസ്സിലായപ്പോൾ വർക്കല പോലീസ് സ്റ്റേഷനിൽ CIക്ക് കൊണ്ടുവന്ന് ഇതേപോലെ മാല പണം കൊടുത്തിട്ട് കിട്ടിയില്ലെന്ന് പരാതി കൊടുത്ത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ആങ്ങളേക്ക് മല കാരണം ഞാൻ പറഞ്ഞില്ല മേഡം, എനിക്ക് എന്റേതായ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് നല്ലൊരു ദിവസം വന്നാൽ ഒരു ക്രിസ്മസ് ബർത്ത്ഡേ ആവട്ടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ 10 വയസ്സായ സാധനം ഒരു ഉടുപ്പ് പോലും എന്റെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എന്ന് ഞാൻ പറഞ്ഞ ഒരു സാധനം എന്തെങ്കിലും പറയാം അനാപത്ത് ചെലവുകൾ അങ്ങനെയാന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞ സതിയുടെ വീട്ടിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ കേക്ക് മേടിക്കണോ എന്ന് പറയുമ്പോൾ താച്ച പൈസ അപ്പോഴേ 500 നോട്ട് എടുത്ത് കൊടുത്ത് ആ കൊച്ചിൻ്റെ വീട്ടിലെ കേക്ക്, അവരുടെ വീട്ടിൽ മലക്കറി, അവരുടെ വീട്ടിൽ എന്ത് സംഭവം ആ കൊച്ചൊരു പേപ്പർ കൊണ്ടുവന്ന് ചേർക്കാൽ അവിടെ വരെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചിനോട് എപ്പോഴാച്ചാ പോണ്ടേ. ആ കൊച്ചുകൾ അച്ഛനാണോ വിളിക്കുന്നത്? പപ്പാന്ന്. ഇളയ മോൻ വിളിക്കുന്നത് പപ്പാന്ന്. ഞാൻ ചോദിച്ചാൽ എന്തിനാച്ചാ അങ്ങനെ വിളിക്കുന്നത്, അത് കൊച്ചുങ്ങളല്ലേടി, അതുങ്ങളെ മനസ്സ് വേദനയ്ക്ക്. അപ്പൊ ഞാൻ ചോദിച്ചാൽ കുഴപ്പമില്ല, ആദ്യം എല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോ വേറെ വിളിക്കാൻ ലോകത്ത് എന്തെല്ലാം മുറകളുണ്ട്. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും പപ്പാന്നും അച്ഛാന്നും അച്ഛൻ ചാച്ചാന്നൊക്കെ വിളിക്കും. അങ്ങനെ വിളിക്കും, അവിടെ വിളിക്കും, ചാച്ചാന്ന് വിളിക്കും, വല്യപ്പ വിളിക്കും, അച്ചാച്ചാന്ന് വിളിക്കും, അച്ചാച്ചിന്ന് വിളിക്കും, ചാച്ചാന്ന് വിളിക്കും, മാമാന്ന് വിളിക്കും. അന്യ ആളുകളെ കുഞ്ഞുങ്ങളെ കൊണ്ട് അച്ഛന്റെ സ്ഥാനം ഉണ്ടാക്കി വിളിപ്പിക്കത്തേ ഇല്ല. അതല്ലെങ്കിൽ കൊച്ചച്ഛൻ തന്തയായിരിക്കണം, ചിറ്റപ്പൻ തന്തയൊക്കെ വിളിപ്പിക്കും.